അപ്പം 4 വേദം എന്ന് പറഞ്ഞപ്പോൾ എത്ര ബൃഹത്തായി ഇല്ലേ? എന്നിട്ട് പറയുകയാണ് ശിക്ഷ കൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. ശിക്ഷ 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 എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങളുടെ ഉച്ചാരണത്തെ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ശിക്ഷ. എങ്ങനെയാണ് വർണ്ണങ്ങളെ ഉച്ചരിക്കേണ്ടത്? വർണ്ണങ്ങൾ ചേർന്ന് അക്ഷരങ്ങൾ, അക്ഷരങ്ങൾ ചേർന്ന് പദങ്ങൾ, പദങ്ങൾ ചേർന്ന് വാക്യങ്ങൾ, അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഓരോ വർണ്ണത്തിൻ്റെയും ഉച്ചാരണം എങ്ങനെയാണ്, എവിടുന്ന്, എത്ര പ്രയത്നം കൊടുത്ത്. പ്രയത്നം 2 വിധമുണ്ട്, ബാഹ്യപ്രയത്നം ആഭ്യന്തര പ്രയത്നം. അതുപോലെ ഏത് സ്ഥാനത്തു നിന്നാണ് ഒരു ശബ്ദം വരേണ്ടത്? കണ്ഠത്തു നിന്ന് വരേണ്ടത് ഏതൊക്കെ, അല്ലെങ്കിൽ ഓഷ്ടത്തു നിന്ന് വരേണ്ടത് ഏതൊക്കെ, ദന്തങ്ങളിൽ നിന്ന് വരേണ്ടത് ഏതൊക്കെ, താലുവിൽ നിന്ന് വരേണ്ടത് ഏതൊക്കെ, അങ്ങനെ മൂർധാവിൽ നിന്ന് വരേണ്ടത് ഏതൊക്കെ. മൂർധാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല കേട്ടോ, ഉച്ചാരണ സ്ഥാനത്തിൽ വായയുടെ മുകളിലുള്ള ഭാഗമാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഏതേത് ശബ്ദം വരണം. 2, ആ ശബ്ദത്തിൻ്റെ പുറത്തേക്കുള്ള എടുക്കലിന് എത്ര പ്രയത്നം കൊടുക്കണം. പ്രയത്നം ശരിക്കും മനസ്സിലാക്കണം. കാരണം പ്രയത്നം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഏതുപോലെ പാണിനി മഹർഷി പറയുന്നുണ്ട്, തള്ളക്കടുവ കുട്ടിയെ കടിച്ചു കൊണ്ടുപോണ പോലെ. കടുവ അമ്മയായ കടുവ കുഞ്ഞിനെ കടിച്ച ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. കടിച്ചിട്ടാണ് കൊണ്ടുപോകുക, അല്ലാണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അമർത്തി കടിച്ചാൽ കുഞ്ഞിന് മുറിവേൽക്കും. ശക്തി കുറച്ച് കടിച്ചാലോ കുഞ്ഞ് വീണു പോവും. 2ഉം പാടില്ല. അപ്പോൾ പാകത്തിനാണ് ശക്തി പ്രയോഗിക്കേണ്ടത്. ഇതിപ്പോൾ ഓരോരു ഉച്ചാരണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആകെ വിഷമാവും. സ്വാമി ചിത്താനന്ദപുരി ഇവിടെ പ്രഭാഷണത്തിന് വന്നതിൽ നമ്മൾ വളരെ സന്തുഷ്ടരാണ്. എടോ തല്ലിയാൽ മതിയായിരുന്നു നിനക്ക് എന്നെ, ഒരു വടി എടുത്തിട്ട്. ദകാരം പോലും പറയാറില്ല, അതിൻ്റെ സ്ഥാനത്ത് ആ തകാരം പറഞ്ഞേ. അതിനേക്കാൾ രസമാണ് ഈ വിദ്യാലയത്തിൻ്റെ ഉദ്ഘാടനത്തിനായി വന്ന ചിത്താനന്ദപുരി സ്വാമികളെ. എന്ത് വിദ്യാലയം? കോടതി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടില്ല ഇതുവരെ. വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഏതാണ്? വിദ്യാലയം കോടതിയാണ്. അയാൾ ഉദ്ദേശം എന്താണ്? സ്കൂളാണ്. സ്കൂള് വിദ്യാലയമല്ല, വിദ്യാലയമാണ്. എന്താ ചെയ്യാം? എൻ്റെ പ്രിയപ്പെട്ട അച്ഛാ, എടാ പള്ളി പോയി പറ, ഇത് അച്ഛനാണ്, അച്ഛനല്ല, അച്ഛൻ. അപ്പം നമ്മൾ ഈ ശബ്ദോച്ചാരണം എന്നുള്ളത് ചെറുപ്പത്തിലെ ശീലിക്കേണ്ടതാ. തെറ്റി ഉച്ചരിച്ചാൽ അർത്ഥം മാറിപ്പോവും. അർത്ഥം മാറിയ അനർത്ഥമായി ഇല്ലേ? അതെ. അതുകൊണ്ട് നമുക്കൊരു ശാസ്ത്രം തന്നു ആചാര്യന്മാർ, ഉച്ചാരണത്തിന് മാത്രമായിട്ടൊരു ശാസ്ത്രം. ശിക്ഷ ശിക്ഷ്യതേ അനയാ വർണ്ണാദ്യുച്ചാരണ ലക്ഷണം ഇത് ശിക്ഷ. വർണ്ണം തുടങ്ങിയവയുടെ ഉച്ചാരണം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നതാണ് ശിക്ഷ. പിന്നെ ഇപ്പോൾ പറഞ്ഞപ്പോൾ ശിക്ഷ എന്ന് പറഞ്ഞാൽ, ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലാക്കണ അർത്ഥം പറയാ, തല്ലു കൊടുക്കുക, ജയിലിലിടുക, കുത്തുക, നുള്ളുക എന്നൊക്കെയാണ്. അത് ഒരു മഹാത്മാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്രമാത്രം ശരിയാണെന്നൊന്നും അറിയില്ല. പണ്ട് കാലത്ത് ശിക്ഷ പഠിപ്പിക്കുമ്പോൾ ഗുരുനാഥൻ ശിഷ്യൻ 2 പേരും, ശിഷ്യന്മാർ കുറേ ഉണ്ടാവും. അപ്പോൾ ഈ ഗുരുനാഥൻ്റെ അടുത്ത് കുറേ മണലുണ്ടാവും അത്രേ. ഈ മണൽ തുടയിൽ വെച്ചിട്ടാണ് ചെറിയൊരു ഇട്ടെന്നുള്ളല്ലേ, ഇത് ശബ്ദം ശരിയായിട്ടില്ല അച്ഛൻ. അങ്ങനെയാണത്രേ ഈ ശിക്ഷ എന്നുള്ള പേര് അങ്ങോട്ട് പോയത്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, അറിയില്ല, അതിന് പ്രമാണമൊന്നും അറിയില്ല. ഏത് ഉണ്ടല്ലോ, ഉണ്ട്. ഈ പറഞ്ഞ പരിപാടി അഭ്യാസമല്ല ഇത്. ഒരു ഒറ്റ തിരിക്കല് മണലാണ് കയ്യിലുള്ളത്, തൊടയമല്ല. കുട്ടികളുടെ തൊടയാവുമ്പോൾ എന്താ സ്ഥിതി?
അങ്ങനെയാണത്ര ഈ ശിക്ഷ എന്നുള്ള വാക്ക് അങ്ങോട്ട് പോയാൽ അങ്ങനെയാണത്ര ഉണ്ടായത്. പതുക്കെ പതുക്കെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിന് ശിക്ഷ എന്ന് പറയാൻ തുടങ്ങി. ഇതല്ല, ശിക്ഷാശാസ്ത്രമാണ്. പാണിനീയ ശിക്ഷ, വാസിഷ്ഠീയ ശിക്ഷ, നാരദീയ ശിക്ഷ, വാൽമീകീയ ശിക്ഷ, ഇങ്ങനെ അനേക ശിക്ഷകളുണ്ട്, അനേകം. ശരി, പാണിനീയ ശിക്ഷ വളരെ ചെറുതാട്ടോ, പക്ഷെ അതാണിപ്പോൾ ആ മുണ്ടകോപനിഷത്ത്, മുണ്ടക 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 ഇല്ല, മൃദുവാണ്, മൃദുവാണ് മുണ്ടക. മുണ്ടകോപനിഷത്ത് മുണ്ട് ടകാരാണ്, ഡകാരല്ല. ഈ സംസ്കൃതത്തിൻ്റെ ഒരു മഹിമ, എങ്ങനെയാണോ എഴുതുന്നത് അങ്ങനെയാണ്. ഇതല്ലാത്ത അപവാദം ആരും തപ്പിപ്പിടിച്ച് കൊണ്ടുവരരുതേ, അപവാദം ഉണ്ട് ഇതിന്. അത് തന്നെയാ പറഞ്ഞേ, ണ് അധികം ട് ട ട ട ഡായല്ല. മുണ്ടക എന്നുള്ളടത്ത് ണ് അധികം ഡ. അർത്ഥം മുണ്ട ശബ്ദത്തിന് മൊട്ട എന്നർത്ഥമുണ്ട്. മൊട്ട, മുണ്ടകൻ എന്ന് പറഞ്ഞാൽ മൊട്ടയാക്കുന്ന എന്നർത്ഥം. മുണ്ടം കരോതീതി, മുണ്ടമാക്കി തീർക്കുന്നത്. അതായത് എങ്ങനെയാണോ നമ്മുടെ ശിരോരോമങ്ങളെല്ലാം വടിച്ച് ഒരാളെ മുണ്ടനാക്കുന്നത്, അതുപോലെ നമ്മുടെ അജ്ഞാനത്തെ മുഴുവൻ വടിച്ച് കളയുന്നതാണിത്. കിളിർത്ത അജ്ഞാനത്തെ മുഴുവൻ വടിച്ച് എല്ലാവരെയും മൊട്ടയാക്കുന്ന സാധനമാണ് ഇത് എന്ന് പറയാം. അതിരിക്കട്ടെ. അപ്പോൾ എഴുതണ പോലെ വായിക്കുക, വായിക്കണ പോലെ എഴുതുക, അതാണ് സംസ്കൃതത്തിൻ്റെ മഹത്വം. ഉണ്ട് എന്താ, ഉണ്ട് ണ് ആണ്. പലപ്പോഴും ഉച്ചാരണത്തിൽ ഡകാരം വരാറുണ്ട് അവിടെ, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, അത് ശരിയല്ല. അത് മലയാളികൾ ഈ അനാവശ്യമായിട്ട് ഉച്ചരിക്കും. ഇതിപ്പോൾ ശിക്ഷാ ക്ലാസ് അല്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല. എന്നാലും ശിക്ഷയാണെന്ന് വിചാരിച്ചോളൂ, ഒരു ശിക്ഷ ആയിക്കോട്ടെ, ശിക്ഷയും വേണമല്ലോ. ഭൂരിഭാഗം പേരും ഗണേശൻ, രമേശൻ എന്നൊക്കെയാണ് പറയുക. രമേശനാണ്, ഗണേശനാണ്. അധികം ആൾക്കാരും പറയുക ഗണേശൻ. ഗണേശനില്ല, ഗണേശൻ. ഗ ഗ ഗേ അല്ല, രേ, രമേശനല്ല, രമേശൻ. വളരെ ശുദ്ധമായ ഉച്ചാരണം ഇവരുടെ റെയിൽവേയുടെ അനൗൺസ്മെൻറ്റിലാണ്. എന്തു നല്ല ഉച്ചാരണം, വളരെ നല്ലതാണ്. പൊതുവെ തെറ്റിക്കും നമ്മൾ, ഇല്ലേ? രമേശനെ രമേശൻ എന്ന് പറയും, ഗണേശനെ ഗണേശൻ എന്ന് പറയും. അപ്പം ഗേന്ന് എഴുതിയാലും ഗാന്ന് എഴുതിയാലും വ്യത്യാസമില്ലേ? എന്താ ചെയ്യുക? ഇതുപോലെ തന്നെയാണ് ണ് ട്ട് എന്നുള്ളതിന് ഉണ്ട് എന്ന് ഉച്ചരിക്കും. ണ്ട് ആണ്, ണ്ട് ഉണ്ട് അല്ല. മുണ്ട, കോപനിഷത്ത്, ഉടുക്കുന്നത് മുണ്ടയല്ല, മുണ്ട്. ഇരിക്കട്ടെ, അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പോവും. നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് എന്താ കഷ്ടം ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ, ഒരു ജാതി എഴുതുക, ഒരു ജാതി പറയുക, വേറെ ജാതി അർത്ഥവും. ഐറൺ എഴുതുക, അയൺ വായിക്കുക, ഇരുമ്പ് എന്നർത്ഥവും. ആ ഇരുമ്പ് എന്നർത്ഥം എന്നുള്ളത് പിന്നെ തമാശ പറഞ്ഞതാ. ഇതിൽ അപവാദമുണ്ടേ, അപവാദമുണ്ട്. ആ അപവാദം സർവസമ്മതമല്ലാത്ത അപവാദമാണ്. അതായത് ഹകാരത്തിന് ശേഷം യ ര ല വ
ഞാ മാ ങ ണ ന എന്നിവ വന്നാൽ ഔരസ്യമായിട്ട് ഉച്ചരിക്കണം എന്ന് പക്ഷമുണ്ട്. ഹകാരം പഞ്ചമൈർയുക്തം അന്തസ്ഥൈശ്ച സംയുതം ഔരസ്യം തദ് വിജാനീയാത് എന്ന്. ഹകാരം പഞ്ചമൈർയുക്തം. ഏതാ പഞ്ചമങ്ങൾ? ഞമങ്ങണനമ ഞാ മാ ങ ണ ന. അന്തസ്ഥൈശ്ച സംയുതം. ഏതാ അന്തസ്ഥങ്ങൾ? യ ര ല വ. അപ്പോൾ ഹകാരത്തിന് ശേഷം ഇവ വന്നാൽ ഔരസ്യം തദ്വിജാനീയാത്, ഉരസ്സെന്ന് ഉച്ചരിക്കണം, നെഞ്ചുന്ന്. ഉദാഹരണം, ബ്രഹ്മ എഴുതുക. ബ്രഹ്മ പറയേണ്ടതോ ബ്രഹ്മ. ഇവിടെ ഉരസ്സെന്ന് ഉച്ചരിക്കണം, ബ്രഹ്മ. ബ്രഹ്മ തന്നെയാ പറയുക. അതുകൊണ്ടാണ് പക്ഷം എന്ന് പറഞ്ഞത്. അത് തെറ്റാൻ നമ്മൾ പറഞ്ഞേക്കരുത്. ഈ ഉച്ചാരണം വലിയൊരു വിഷയം തന്നെയാണ്. കാരണം ശുദ്ധശാസ്ത്രം മാത്രമല്ല അവിടെ. പിന്നെയോ പരമ്പരാഗതമായി ഒരു നാട്ടിൽ ഉച്ചരിച്ച് വരുന്നതിനെ നമ്മൾ സാധുവായിട്ട് അംഗീകരിക്കണം. ചെറിയ ഉദാഹരണം പറയാം, അതിപ്പോൾ വിഷയം മാറിപ്പോട്ടോ, എന്നാലും ഇത് ആവശ്യമാണല്ലോ. ചെറിയ ഉദാഹരണം പറയാം. കേരളത്തിൽ സംസ്കൃതത്തിൻ്റെ പാരം കണ്ട മഹാന്മാരാണെങ്കിലും ഉച്ചാരണത്തിൽ ത് എന്നുള്ളതിനെ ല് എന്ന് ഉച്ചരിക്കും. ഓം തൽ സൽ. അയ്യോ, ഉത്തരേന്ത്യക്കാരൻ അപ്പം കിട്ടുക, അടി അപ്പത്തിനും അടി. ധിയോ യോ ന പ്രചോദയാൽ. അതെങ്ങനെയാ അത് ത് ല് ആവുക? ഒരു നിയമവും ഇല്ല. ത് ല് ആവാൻ ഒരു നിയമവും ഇല്ല. പക്ഷേ അത് തെറ്റാന്ന് പറഞ്ഞേക്കരുത്. പിന്നെയോ അത് തലമുറകളായി ഉച്ചരിച്ച് കേരളത്തിൽ ശീലിച്ചതാണ്. അത് സാധുവായിട്ട് അംഗീകരിക്കുക. നമ്മൾ ഉച്ചരിക്കണ്ട, പക്ഷേ അതിന് നമ്മൾ എതിർക്കാൻ പോകണ്ട. വേദവിദ്വാൻമാരൊക്കെ ഓം തൽ സൽ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്തോ തല്ലണ പോലെ തോന്നും, തല്ല് പോലെ തോന്നും. എന്ത് പൽമം? അയ്യോ, അത് കുറച്ച് കിടന്ന കയ്യ. പൽമൊക്കെ പറഞ്ഞാൽ, പത്മനാഭൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. ആത്മാവ്, അയ്യോ, അതൊക്കെ കുറച്ച് കഠിനാണേ. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ ത് ല് ആവണതാ. മലയാളിക്ക് പിന്നെ എന്തു ആവാന്നാണ് വെച്ചോളൂ, കുഴപ്പമില്ല. സംസ്കൃതത്തിൽ നിയമമില്ല. അതെ, ഉത്ഭവം, തൽഭവം. അതെങ്ങനെയാത്? തകാരം ലകാരമാകാൻ സംസ്കൃതത്തിൽ നിയമം ആകെ കൂടെ ഒന്നേ ഉള്ളൂ, ഒറ്റൊരു നിയമമേ ഉള്ളൂ. ലകാരം പരമായാൽ തകാരം ലകാരമാകും, വേറൊരു നിയമം ഇല്ല. തല്ലയം ശരിയാണ്. തല്ലീനഹ ശരിയാണ്. എല്ലാ ലകാര ഭേദം, അത് വലിയൊരു പ്രശ്നമാണ്. അത് ഈ ലകാര ഭേദങ്ങൾ അവയ്ക്ക് അഭിന്നത പറഞ്ഞിട്ടുണ്ട്. ലളയോരഭേദ. അപ്പം ലകാരം ഉച്ചരിക്കേണ്ടടുത്ത് ലകാരം ഉച്ചരിച്ചാലും ലകാരം ഉച്ചരിക്കേണ്ടടുത്ത് ലകാരം ഉച്ചരിച്ചാലും തെറ്റില്ല. അത് ഈ പറഞ്ഞ സമ്പ്രദായം അനുസരിച്ച് ആയിക്കൊള്ളാം. കുലം ശരിയാണ്. ആന്ധ്രാപ്രദേശിൽ പോയി നോക്കൂ, അവർ കുലം എന്ന് പറയുക, നമ്മൾ കുളം എന്ന് പറയുന്നതിനാണ്. നമ്മൾ കുളം എന്ന് പറയുന്നതിനാണ് ആന്ധ്രാപ്രദേശിൽ കുലം എന്ന് പറയുക. ലകാരം നേരെ തിരിച്ചിട്ടാണ് കേരളത്തിലും ആന്ധ്രാപ്രദേശത്തും. ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തെലുങ്കാനയും ആന്ധ്രയും രണ്ടും വരും. ഉച്ചാരണത്തിൽ ഏറ്റവും നിഷ്കർഷയുള്ള ഗായകന്മാർ പോലും പാടുമ്പോൾ അങ്ങനെയാണ് വരിക. ലകാരത്തിന് സ്ഥാനത്ത് ലകാരവും ലകാരത്തിന് സ്ഥാനത്ത് ലകാരവും. അപ്പോൾ ലളയോരഭേദ എന്നുള്ളതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ
കൗളമാർഗ തത്പര സേവിത എന്നാണെങ്കിൽ ഒരാൾ പറഞ്ഞു കൗലമാർഗ, അവൻ ശരിയാണ്. വേറൊരാൾ പറഞ്ഞു കൗളമാർഗ, അവൻ ശരിയാണ്. കാരണം കുലം എന്ന് പറഞ്ഞാൽ കുംലാതി, ഭൂമിയെ രക്ഷിക്കുന്നത് കുലം. കലം എന്ന് പറഞ്ഞാലോ കം ലാതി, സുഖത്തെ അഥവാ ജലത്തെ രക്ഷിക്കുന്നത്, പോഷിപ്പിക്കുന്നത്. ജലത്തെ പോഷിപ്പിക്കുന്നത് ആരാ? സൂര്യൻ അല്ലേ? ജലത്തെ പോഷിപ്പിക്കുന്നത് സൂര്യൻ. അർക്കൻ, സൂര്യൻ. അങ്ങനെ അനേക ഇത് വരും. അങ്ങോട്ട് പോട്ടെ, ശബ്ദശാസ്ത്രത്തിൽ പോയാൽ ഇഷ്ടമുള്ളൊരു വിഷയമായതുകൊണ്ട് അതങ്ങനെ പറഞ്ഞു പോകും. അത് വേണ്ട, ഉപനിഷത്ത് അവിടെ നിൽക്കും. ഏതായാലും ഇതൊക്കെ മനസ്സിലാക്കുക. സംസ്കൃതം മലയാളത്തിലേക്ക് ആക്കുമ്പോഴാണ് ഈ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഭാഷയ്ക്ക് മലയാളം സമ്പന്നല്ലേ. ദേവനാഗരി സംസ്കൃതത്തിന് ഉപയോഗിക്കാമെങ്കിൽ അതിനേക്കാൾ ഉപയോഗിക്കാവുന്നതാണ് മലയാളം. കാരണം ദേവനാഗരിയേക്കാൾ സമ്പന്നമാണ് മലയാളം. ആർക്കെങ്കിലും സംശയമുണ്ടോ? സംസ്കൃതം എന്ന് പറഞ്ഞാൽ ദേവനാഗരി അല്ല. സംസ്കൃതത്തിന് നമ്മൾ ദേവനാഗരി ലിപി ഉപയോഗിക്കുകയാണിപ്പോൾ. പണ്ട് കാലത്ത് ദേവനാഗരി അല്ല ഉപയോഗിച്ചിരുന്നത്. ദേവനാഗരി പിൽക്കാലത്ത് വന്ന ലിപിയാണ്. ശാരദയും ബ്രാഹ്മിയൊക്കെയാണ് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ദേവനാഗരി സംസ്കൃതത്തിന് ഉപയോഗിക്കാമെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് ഉപയോഗിക്കാം മലയാളം. എന്തുകൊണ്ട്? കത്തിച്ചിൽ അവർ തെറ്റുന്നതിന് എന്ത് ചെയ്യാനാ? അതല്ലേ പറഞ്ഞത്, കത്തിച്ചി തീ ഉണ്ടല്ലോ മലയാളത്തിൽ. ഇത് ഇല്ലായിരുന്നെങ്കിൽ സമ്മതിച്ചു. ഇത് ഉണ്ടല്ലോ, മലയാളം കൂടുതൽ സമ്പന്നമാണ്. അപ്പോൾ ദേവനാഗരിയിലില്ല. ദേവനാഗരിയിൽ മാത്രമേ ഉള്ളൂ. ഓ ദേവനാഗരിയിലില്ല, അവിടെ ഓ മാത്രമേ ഉള്ളൂ. ചിന്തിക്കാൻ പറ്റാത്തതാ. അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ വലിയ വിഷമ. ദേവനാഗരി സംസ്കൃതത്തിൻ്റെ നിലയ്ക്കാണ് ആദ്യം വികസിച്ചത്. പിന്നീട് ഹിന്ദി, മറാഠി തുടങ്ങിയവയൊക്കെ ദേവനാഗരി ഉപയോഗിക്കാൻ തുടങ്ങി. ഗുജറാത്തി ഇല്ല. ഗുജറാത്തിക്ക് ഗുജറാത്തി ലിപി വേറെ തന്നെയാണ്, ദേവനാഗരി അല്ല. ഇപ്പോൾ ലിപി ഇല്ലാത്ത കൊങ്കണി ഭാഷയ്ക്ക് കുറച്ച് ദേവനാഗരി ഉപയോഗിച്ചിട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് ചിലർ. കുറച്ച് പോരായ്മകളുണ്ടാവും, ഉച്ചാരണത്തിൽ ഒരു ശുദ്ധി ഉണ്ടാവില്ലായിരിക്കാം. ഇരിക്കട്ടെ, അതിരിക്കട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശിക്ഷ എത്തിയിട്ടേ ഉള്ളൂ. ഇതന്നെ ഇപ്പോൾ ശിക്ഷയായി. രണ്ടാമത്തത് കൽപ്പഹ, കൽപ്പം. എന്താ കൽപ്പം? കൽപ്പശാസ്ത്രം. ശിക്ഷാശാസ്ത്രം, കൽപ്പശാസ്ത്രം. കൽപ്പശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ വൈദികമായ കർമ്മങ്ങൾ. ഏതൊക്കെയാണ് വൈദിക കർമ്മങ്ങൾ? നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. അപ്പം നിത്യനൈമിത്തിക കാമ്യ പ്രായശ്ചിത്തങ്ങൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന വിധി, അതാണ് കൽപ്പം. അപ്പം നൈമിത്തികത്തിൽ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള സംസ്കാരങ്ങൾ വരും. ഗർഭാധാനം, പിന്നെ പുംസവനം, സീമന്തം, ജാതകർമ്മം, പിന്നെ ജാതകർമ്മം കഴിഞ്ഞാൽ നാമകരണം. ആയിട്ടില്ല. നാമകരണം, നിഷ്ക്രമണം, ചൗളം അല്ലെങ്കിൽ കേശസംസ്കാരം. അത് കഴിഞ്ഞാൽ ഉപനയനം. അത് കഴിഞ്ഞാൽ അതിന് മുമ്പ് അന്നപ്രാശമുണ്ട്. അന്നപ്രാശം ചൗളത്തിന് മുമ്പ് വരും. അന്നപ്രാശം, ചൗളം, ഉപനയനം, വേദാരംഭം, സമാവർത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമ പ്രവേശം, വാനപ്രസ്ഥം, സന്യാസം, അന്ത്യേഷ്ടി. അപ്പോൾ ഈ 16 സംസ്കാരങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്? മന്ത്രങ്ങളൊക്കെ സംഹിതയിലൊക്കെ ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യണം?
അതുപോലെ കാമ്യങ്ങളിൽ യാഗങ്ങൾ വരും. പലവിധ യാഗങ്ങളുണ്ട്. എന്തൊക്കെ യാഗങ്ങളാണോ, ഒരുപാട് യാഗങ്ങളുണ്ട്. അപ്പോൾ ഈ യാഗങ്ങൾ എങ്ങനെ ചെയ്യണം? നിത്യകർമ്മങ്ങളിൽ ഉൾപ്പെടുന്ന പഞ്ചമഹായജ്ഞങ്ങൾ, അതിൽ വിശേഷമായി പിതൃയജ്ഞവും ദൈവയജ്ഞവും എങ്ങനെ ചെയ്യണം, ഇതിനുള്ള വിധികളെ പറയുന്ന ശാസ്ത്രങ്ങളാണ് കൽപ്പശാസ്ത്രം. കൽപ്പത്തിൽ അന്തർഭവിച്ചതാണ് ഈ ചടങ്ങ് പുസ്തകങ്ങളൊക്കെ തന്നെ. ബോധായനൻ, ആപസ്തംഭൻ, ആശ്വലായനൻ, ഗോഭിലൻ തുടങ്ങിയ ഒരുപാട് ആചാര്യന്മാരുടെ കൃതികളുണ്ട് കൽപ്പത്തിൽ. ഈ കൽപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗൃഹ്യസൂക്തങ്ങളും ധർമ്മസൂക്തങ്ങളും അതുപോലെ ശുൽഭസൂക്തങ്ങളും വരുന്നത്. ശുൽഭത്തിൽ അതിസൂക്ഷ്മങ്ങളായ ഗണനകളാണ്. അത് ഹോമകുണ്ഡത്തിൻ്റെ നിർമ്മാണം എങ്ങനെയാണ്, എന്തൊക്കെ ആകൃതികളിലാണ് ഹോമകുണ്ഡം ഉണ്ടാക്കുന്നത്, അത്ഭുതമല്ലേ. ഓരോ ഇഷ്ടിക വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പ്രയോഗം ചെയ്യാ വെച്ചാലോ. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇഷ്ടിക എന്ന് വിചാരിച്ചാൽ വീടുണ്ടാക്കാനുള്ള വസ്തുവായിട്ടാണ് മനസ്സിലാക്കണത്. വാസ്തവത്തിൽ ഇഷ്ടിക്രിയ ചെയ്യാനുള്ളതാണ് ഇഷ്ടിക, യാഗം ചെയ്യാനുള്ളതാണ്, ഹോമകുണ്ഡം നിർമ്മിക്കാനുള്ളതാണ്. ഇരിക്കട്ടെ. അപ്പോൾ ശിക്ഷാകൽപ്പം. 2 വ്യാകരണം. അതിനെപ്പറ്റി പറയാൻ പോണ്ടാട്ടോ. പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലായിപ്പോവും 7 ദിവസവും. വ്യാകരണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ശാസ്ത്രമാണ്. അത്ഭുതം അത്രേ പറയുള്ളൂ, മഹാത്ഭുതം. വേറെ ഒരു വാക്കും പറയില്ല. പദനിഷ്പത്തിയുടെ ശാസ്ത്രമാണ്. എങ്ങനെയാണ് പദങ്ങൾ ഉണ്ടാവുന്നത്? 4 കാര്യങ്ങളേ ഉള്ളൂ. 4 കാര്യങ്ങൾ. ലോപം, ആഗമം, ആദേശം, പ്രത്യയം. ഇത്രയേ ഉള്ളൂ. വേറൊന്നില്ല വ്യാകരണത്തിൽ. വളരെ ലളിതമാണ്. 4 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ആഗമം, എങ്ങനെയാണ് ആദേശം, എങ്ങനെയാണ് ലോപം, എങ്ങനെയാണ് പ്രത്യയം? ഈ 4 വിധികളേ ഉള്ളൂ. ഈ 4 വിധികളെ കൊണ്ടാണ് ഈ കോടിക്കണക്കിനായ ശബ്ദരാശികൾ ഉണ്ടാക്കുന്നത്. അതിനുള്ള ദ്രവ്യം ഏതാന്ന് ചോദിച്ചാൽ 1400 ചില്ലാൻ ധാതുക്കൾ. ഇത്രയേ ഉള്ളൂ. ധാതുക്കളോ? ഇല്ല, 1400 ചില്ലാനല്ലേ ഉള്ളൂ ധാതുക്കൾ. ഇത്രയേ ഉള്ളൂ അല്ലേ? 2000 ഉണ്ടോ സ്വാമിജി? 1400 അല്ലേ ഉള്ളൂ. ആണോ? സംശയമല്ലോ. ധാതുക്കൾ 2400 ചില്ലുണ്ടോ? എന്നാൽ ശരി, ആയിക്കോട്ടെ. വായിച്ചിട്ടുണ്ടോ? സന്തോഷം. ശരിയാ കേട്ടോ. ഭുവാദി തന്നെ കുറേ ഉണ്ടല്ലോ. ശരിയാ, ഭുവാദി തന്നെ 1000 അടുത്തുണ്ട്, 900 അടുത്തുണ്ട്. ശരിയാ, 2000 ചില്ല ഉണ്ടാവും. 2000 ചില്ല ധാതുക്കളിൽ നിന്നാണ് ഈ കോടിക്കണക്കിന് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തൊരത്ഭുത! അതൊക്കെ ഒറ്റയാളുടെ പണിയാണ്. പ്രത്യയം ഒറ്റയാളുടെ പണിയാണ്. പ്രത്യയം ചേർന്നിട്ടാണ്. ധാതുക്കളുടെ അർത്ഥമുണ്ട്. ധാതുക്കൾക്ക് സാമാന്യ അർത്ഥം ആചാര്യൻ പറഞ്ഞു തരും. പിന്നെ എപ്പോഴൊക്കെയാണ് മാറുക എന്ന് ചോദിച്ചാൽ, പ്രത്യയം വരുമ്പോൾ മാറും, ഉപസർഗം വരുമ്പോൾ മാറും. പ്രത്യയം വരുമ്പോൾ എങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ അത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലായിപ്പോവും നമ്മൾ. കർത്തൃപദങ്ങളും ക്രിയാപദങ്ങളും ഉണ്ടാക്കുന്നത് ഇതേ ധാതുക്കളിൽ നിന്നാണ്. കർത്തൃപദങ്ങളിൽ നിന്ന് ഏതൊക്കെ തരത്തിലുണ്ടാക്കും? പലതരമുണ്ട്. അതിന് പ്രത്യേകം ചേർത്ത് കഴിഞ്ഞാൽ അതിന് പ്രക്രിയകളുണ്ട്. ആ പ്രക്രിയകളിലൂടെ കടന്നു വരണം. ഏകാന്ത പ്രക്രിയ, സന്നദ്ധ പ്രക്രിയ, സൻ പ്രക്രിയ, ഒരുപാട് പ്രക്രിയകളുണ്ട്. അതുപോലെ ക്രിയാപദങ്ങളിൽ ഭാവകർമ്മ പ്രയോഗങ്ങൾ വരും. ഈ ഭാവകർമ്മ പ്രയോഗങ്ങൾ കൂടാതെ അതിൽ തന്നെ പ്രത്യയങ്ങളുടെ ചേർച്ചയിൽ പല പ്രകാരത്തിലുള്ള ശബ്ദങ്ങൾ വരും. പ്രത്യയം ഇവിടെയൊക്കെ പ്രവർത്തിക്കും. നിയമമുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് ആഗമവും ആദേശവും ലോപവും വന്നു കഴിഞ്ഞാൽ ഈ ശബ്ദപ്രപഞ്ചം ഉണ്ടാവും. ഒരു മഹാത്ഭുതമാണ്, മഹാത്ഭുതം.
പാണിനി മഹർഷിയുടെ ഒരു സൂത്രം അപ്പുറത്തേക്കും എടുത്ത് വയ്ക്കാൻ നമുക്ക് പറ്റില്ല. ആ ക്രമത്തിലേ പറ്റുള്ളൂ. എല്ലാം പഠിച്ചോളണം എന്നില്ല, കുറയ്ക്കാം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ തെറ്റും. മഹാത്ഭുതമാണ് വ്യാകരണം. പറയാൻ വളരെ എളുപ്പമാണ്. ഏതായാലും ശബ്ദങ്ങളുടെ പദങ്ങളുടെ നിഷ്പത്തിയാണ് വ്യാകരണം. വ്യാകരണത്തിൽ ഒരുപാട് ആചാര്യന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഐന്ദ്രം, ചാന്ദ്രം, കാശകൃഷ്ണം, ശാകടായനം, സ്ഫോടായനം, ആപിശലം തുടങ്ങി ഒരുപാട് വ്യാകരണങ്ങൾ ഉണ്ടായിരുന്നു അത്രേ സംസ്കൃതത്തിൽ തന്നെ. പക്ഷെ അധികവും ലുപ്തമായി പോയി. ചിലതൊക്കെ ഇപ്പോഴും ഉണ്ട്. എങ്കിലും എല്ലാവർക്കും സമ്മതമായതും സ്വീകൃതമായതും പാണിനീയമാണ്. അത്രേ പറയാൻ പറ്റൂ. പാണിനീയത്തിലും പരിഷ്കരണങ്ങൾ വന്നിട്ടുണ്ട്. പാണിനീയത്തിൽ പരിഷ്കരണം വരുത്തിയ പ്രധാന ആചാര്യൻ മലയാളിയാണ്, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, പ്രക്രിയ സർവസ്വത്തിൽ. പാണിനിയെ ലഘൂകരിച്ച ആചാര്യനുണ്ട് മലയാളത്തിൽ നിന്ന്, AR രാജരാജവർമ്മ. ലഘൂകരിച്ചിട്ട് അല്ലല്ല, കേരള പാണിനി അതാ സമ്മതിച്ചു. ലഘൂകരിച്ച ലഘുപാണിനീയമാണ്. ലഘുപാണിനീയം. വല്ലാത്ത അത്ഭുതമാണ്. ശരി. അപ്പോൾ ശിക്ഷാ, കൽപ്പോ, വ്യാകരണം, നിരുക്തം. ഈ ധാതുക്കളിൽ നിന്ന് പ്രത്യയത്തിൻ്റെ ചേർച്ച കൊണ്ട് ശബ്ദങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ വേദത്തിൽ എല്ലാ ശബ്ദങ്ങളും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. 2, അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെയും വേദത്തിൻ്റെ സന്ദർഭമനുസരിച്ച് വിവിധാർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം കേവലം വ്യാകരണ ജ്ഞാനം കൊണ്ട് വേദം മനസ്സിലാവില്ല. അപ്പം എന്ത് വേണം വെച്ചാൽ വേദത്തിൽ ഉപയോഗിക്കപ്പെട്ട ശബ്ദങ്ങളുടെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നിരുക്തം. വൈദികങ്ങളായ പദങ്ങളുടെ അർത്ഥങ്ങളെ നിശേഷേണ ഉക്തമാവുന്നത്, അതാണ് നിശേഷേണ ഉച്യതേ. നിശേഷേണ പറയപ്പെടുന്നു പദാർത്ഥങ്ങൾ, അതാണ് നിരുക്തം. അവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ടത് യാസ്ക മഹർഷിയെയാണ്. യാസ്ക മഹർഷി പൂർവാചാര്യന്മാരെ സ്മരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പക്ഷെ അത് നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല. യാസ്ക നിരുക്തത്തിന് ധാരാളം മതി. ഇപ്പം ശിക്ഷ, കൽപ്പോ, വ്യാകരണം, നിരുക്തം. ഛന്ദഃ. ഛന്ദസ് വല്ലാത്തൊരു ഉപായമാണ്. ഛന്ദസ് ഈ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഇച്ഛാദനം ചെയ്യാന്ന് പറഞ്ഞാൽ പൊതിയ ഛന്ദസ്. അത് നല്ല വസ്തു കെട്ട പൊതിയിലാണെങ്കിൽ നമ്മൾ മേടിക്കാറില്ല. കെട്ട വസ്തു നല്ല പൊതിയിലാണെങ്കിലോ മേടിക്കും. ഇല്ലേ? അങ്ങനെയില്ലേ? ഉണ്ട്. പൊതി നോക്കിയിട്ടാണ്. കെട്ട വസ്തുവായിരിക്കും, പക്ഷെ നല്ല പൊതിയൊക്കെ ആണെങ്കിൽ നമ്മൾ മേടിക്കും. ഈ തന്ത്രം ഉപയോഗിച്ചിരിക്കുകയാണ് വേദപ്രചരണത്തിന് ഋഷിമാർ. ഉദാത്തങ്ങളായ ആശയങ്ങളെ മനോഹരങ്ങളായ പൊതികളിൽ വെച്ചു. അതാണ് ഛന്ദസ്സുകൾ. ഇത്ര അക്ഷരമുള്ള ഇത്ര പാദങ്ങളെന്ന് വൃത്തനിബദ്ധമാക്കിയിട്ട് ഉപദേശങ്ങളെ തരാൻ തുടങ്ങി. അപ്പം നമുക്കത് പഠിക്കാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമാണ്. പാടാൻ ആർക്കാ ഇഷ്ടമില്ലാത്ത? പാട്ട് അറിയോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം ഇല്ലേ? ഒന്നുമില്ലേ കുളിമുറിൻ്റെ വാതിലടച്ചിട്ടെങ്കിലും നമ്മൾ പാടില്ലേ? ഇല്ല. ഉണ്ട്. നാട്ടുകാർ കേട്ടാൽ മോശമാണ്, എനിക്ക് പാട്ട് അറിയാത്തതുകൊണ്ടെന്ന് ആൾക്കാർ പുറമേന്ന് പാടില്ലെങ്കിലും വേറെ ആരും കേൾക്കില്ല എന്ന് ഉറപ്പുള്ള അടുത്ത് പാടും. ഉറപ്പാ. അതാണ് ഈ ഛന്ദസ്. അപ്പം നല്ല പൊതിഞ്ഞാൽ നാട്ടുകാർ സ്വീകരിച്ചോളും, പഠിപ്പിച്ചോളും. അങ്ങനെ പലതരത്തിൽപ്പെട്ട വൃത്തങ്ങളിലൂടെ വേദത്തെ ഉപദേശിച്ചു. അവിടെ അനേക ഋഷിമാരുണ്ട്. നാരദൻ, പിങ്കളൻ തുടങ്ങിയ മഹർഷിമാർ. അതിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതും പ്രചരിതമായതും പിങ്കള മഹർഷിയുടെ ഛന്ദസ്സാണ്. അപ്പോൾ ശിക്ഷ, കൽപ്പോ, വ്യാകരണം, നിരുക്തം, ഛന്ദഃ. ജ്യോതിഷം. ജ്യോതിഷം സമയനിർണയത്തിൻ്റെ ശാസ്ത്രമാണ്.
സമയനിർണയം. നേരത്തെ പറഞ്ഞു വൈദികങ്ങളായ കർമ്മങ്ങൾ നിത്യ നൈമിത്തിക കാമ്യ പ്രായശ്ചിത്തങ്ങളാണ്. ഈ കർമ്മങ്ങൾക്ക് സമയനിർണയം ആവശ്യമാണ്. 4നും സമയനിർണയമുണ്ട്. സമയം വേണം, സമയത്ത് വേണം ചെയ്യുക, അസമയത്ത് ചെയ്യരുത്. അസമയത്ത് ചെയ്തുകൂടെയെന്ന് ചോദിച്ചാൽ അവിടെ ആപദ്ധർമ്മങ്ങളെപ്പറ്റി വേറെ പ്രകരണമുണ്ട്. ആപദ്ധർമ്മം വേറെ പ്രകരണത്തിലാണ്. അപ്പം ആപത്ത് വന്നു വെച്ചാൽ അപ്പം നമുക്ക് എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തത്? ഇപ്പം സാധാരണഗതിയിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. മനസ്സിലായില്ല? ആപദ്ധർമ്മത്തിൽ അത് വേറെ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നിത്യനൈമിത്തിക കാമ്യ പ്രായശ്ചിത്തങ്ങൾ എപ്പോൾ അനുഷ്ഠിക്കണം? എപ്പോൾ അനുഷ്ഠിച്ചാൽ അത് ഗുണകരമാകും? ഇത് ഒട്ടനവധി ഘടകങ്ങളുടെ അപേക്ഷയിലാണ്. കാരണം നമ്മൾ ആരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരല്ല. നമ്മുടെ ആവാസം ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയെ സ്വാധീനിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. ഗ്രഹങ്ങൾ, ഓരോ ഗ്രഹത്തിൻ്റെയും അത് നിങ്ങൾ എന്ത് പേരിൽ വിളിച്ചാലും കൊള്ളാം, നക്ഷത്രം എന്ന് വിളിച്ചാലും കൊള്ളാം, ഉപഗ്രഹം എന്ന് വിളിച്ചാലും കൊള്ളാം, എന്ത് വിളിച്ചാലും കൊള്ളാം, അതിൻ്റെ സ്വാധീനം നമുക്കുണ്ട്. ചന്ദ്രൻ്റെ സ്വാധീനം ഏറ്റവും അധികം നമുക്കുണ്ട്, ഏറ്റവും അധികം. നമ്മുടെ ശരീരം തന്നെ ബഹുഭൂരിഭാഗവും 3/4 ഭാഗവും ജലമാണ്. അപ്പോൾ കുളത്തെയും കിണറിനെയും കായലിനെയും സമുദ്രത്തെയും ചന്ദ്രൻ്റെ ആകർഷണ വികർഷണങ്ങൾ ബാധിക്കുമെങ്കിൽ ഈ ദേഹത്തെ ബാധിക്കില്ലേ? ഉണ്ടല്ലോ, ഇല്ലയെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഇതിനൊക്കെ നമുക്ക് എതിർക്കാൻ എളുപ്പം കഴിയും. അല്പം ചിന്തിച്ചാൽ എതിർക്കില്ല. അപ്പം ഈ സ്വാധീനങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഓരോന്നിനും വേണ്ട സമയം ഏതാണ്, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, ഹോമം ചെയ്യേണ്ടത് ഏത് സമയത്ത്, അത് നിത്യമായതും കാമ്യമായതും വ്യത്യാസമുണ്ട്. അവയ്ക്ക് വ്യത്യാസമുണ്ട്. അതെ, കാമ്യത്തിൽ തന്നെ പലതരത്തിൽപ്പെട്ട ഭേദങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ സമാജത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ട കർമ്മങ്ങൾ ഒരുപാടുണ്ട്. ശത്രുവെ നശിപ്പിക്കാനുള്ള കർമ്മങ്ങളും ഉണ്ട്. വേണ്ടെന്ന് പറയാൻ പറ്റുമോ? വേണ്ടെന്ന് പറയാൻ പറ്റില്ല. രാജാക്കന്മാരാകുമ്പോൾ അതൊക്കെ വേണ്ടി വരും, വേണ്ടെന്നൊന്നും പറയരുത്. ഇതൊക്കെ ഉണ്ട്, എല്ലാം വേദത്തിലുണ്ട്. അപ്പോൾ അതിനുള്ള സമയം വ്യത്യാസം ഉണ്ടാവും. നാട്ടുകാരൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ പകലുങ്ങൾ ചെയ്തോളൂ, ആരും അറിയാണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ഏതാ? അങ്ങനെയില്ലേ? ഇല്ല, എല്ലാത്തിലുണ്ട്. അഥർവവേദ പ്രസിദ്ധങ്ങളായിട്ട് ഒരുപാട് കർമ്മങ്ങളുണ്ട്. മാരണവും ഉച്ചാടനവും ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയരുത്. അപ്പം നിത്യനൈമിത്തിക കാമ്യ പ്രായശ്ചിത്താദികളിൽ ഓരോന്നിനും വേണ്ട സമയം നിർദ്ധാരണം ചെയ്യണം. അതിന് അനേക ഗ്രഹങ്ങളുടെയും മറ്റും പ്രാതികൂല്യ ആനുകൂല്യ ഭാവങ്ങളെ ചിന്തിക്കണം. അത് മുഴുവൻ ജ്യോതിഷത്തിൻ്റെ വിഷയമാണ്. ജ്യോതിഷം ഒരു മഹാസമുദ്രമാണ്, വ്യാകരണം പോലെ തന്നെ. എത്ര ആചാര്യന്മാരാ പ്രവർത്തിച്ചത് അതിൽ. ജ്യോതിഷം ഇങ്ങനെ 6: ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദഃ, ജ്യോതിഷം. ഇവയാണ് 6 ശാസ്ത്രങ്ങൾ അഥവാ 6 അംഗങ്ങൾ. വേദാംഗങ്ങൾ എന്നും ഇവയെ പറയും, ഷഡ്ശാസ്ത്രങ്ങൾ എന്നും ഇവയെ പറയും. ചിന്തിക്കുക. ഇവ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അനുബന്ധങ്ങൾ നമ്മൾ ചേർക്കണം. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നോക്കൂ, വേദം പറഞ്ഞാൽ വേദത്തിൻ്റെ അനുബന്ധങ്ങളെ പറയണ്ടേ? അതാണ് ഉപവേദങ്ങൾ. ആയുർവേദം, ധനുർവേദം, സ്ഥപത്യവേദം, ഗാന്ധർവവേദം, അർത്ഥവേദം, 5 എണ്ണം.
പറഞ്ഞേ മതിയാവും. അതിബൃഹത്താണ്. ഓരോന്നിലും സംഹിതകൾ, അനേക ഋഷിമാരുടെ സംഹിതകളുണ്ട്. ആയുർവേദമൊക്കെ എത്രമാത്രം വിപുലാണെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അതിൽ ധനുർവേദ സംഹിത പൂർണ്ണമായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇന്നിപ്പോൾ ഇൻ്റർനെറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. കിട്ടിയത്രയും, എല്ലല്ല, കിട്ടിയത്രയും ഇൻ്റർനെറ്റിലുണ്ട് ധനുർവേദങ്ങൾ. വിശ്വാമിത്രൻ തുടങ്ങിയിട്ടുള്ള മഹർഷിമാരുടെ, അഗസ്ത്യൻ, വിശ്വാമിത്രൻ, ഒരുപാട് പേരുടെ, വസിഷ്ഠൻ, വിവിധ ആയുധങ്ങളുടെ നിർമ്മാണങ്ങളാണ്. അതുപോലെ സ്ഥപത്യവേദം, അതായത് അഗ്നിയുടെയും വായുവിൻ്റെയും ജലത്തിൻ്റെയും പ്രവാഹഗതിക്ക് അനുസരിച്ച് എങ്ങനെയാണ് മനുഷ്യാലയം, ദേവാലയം, എവിടെയാണ് ദേവാലയം, മനുഷ്യാലയം തുടങ്ങിയിട്ടുള്ള നിർമ്മിതികൾ ഒന്നും പരിഗണിക്കാണ്ട് വീട്, ദേവാലയം ഒന്നും ഉണ്ടാക്കിക്കൂടാ. ഇത് പരിഗണിക്കണം. വായുവിൻ്റെ, ജലത്തിൻ്റെ, അഗ്നിയുടെ പ്രവാഹം. അഗ്നിയുടെ പ്രവാഹം നമുക്ക് പ്രത്യക്ഷമായിട്ട് വരുന്നത് സൂര്യനിലൂടെയാണ്. ചിലർ ചോദിക്കും അഗ്നി എവിടെയാണ് വീട്ടിലുണ്ടാവുക എന്ന്. ഉണ്ടല്ലോ, സൂര്യപ്രകാശം എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അതിനെ പ്രതികൂലമാക്കാതെ ഉപയോഗിക്കണം, അതിനനുസരിച്ചാണ് ഓരോ പ്രദേശത്തും ഡിസൈൻ ചെയ്യുന്നത്. നമ്മളിവിടെ ഉണ്ടാക്കണ പോലെ അല്ല ഹിമാലയത്തിൽ വാസ്തു, ഹിമാലയത്തിലുള്ള പോലെ അല്ല ഇവിടെ. ഇന്നിപ്പോൾ വലിയൊരു കുഴപ്പമാണ് ചെയ്യണത്. കേരളത്തിൽ വന്നിട്ട് ഗൾഫ് നാടുകളിലുള്ള അതേ മോഡൽ ഇവിടെ ഉണ്ടാക്കും. വീടൊക്കെ ഉണ്ടാക്കി താമസം തുടങ്ങുമ്പോൾ അയ്യോ ചുട്ടിട്ടിരിക്കാൻ വയ്യല്ലോ അകത്ത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒറ്റ വഴിയേ ഉള്ളൂ, മുകളിൽ കൂടെ ഷീറ്റ് ഇടുക. എന്നിട്ട് ആ ഷീറ്റ് വന്ന് താഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്ത് കെട്ടി തൂക്കി വല്ല വള്ളി പടർത്തുക, നല്ല ഭംഗിയുണ്ടാവും. എടാ നിന്നോട് ആര് പറഞ്ഞു? അവിടെ ഗൾഫിൽ അത് മതി, അവിടെ അത്രയും മഴ ഉള്ളൂ. ഇവിടെ അത്രയല്ല മഴ. സൂര്യൻ്റെ ചെരിവിന് വ്യത്യാസമുണ്ട്. അപ്പം അതിനനുസരിച്ചാണ് ഇവിടെ കെട്ടിടം ഉണ്ടാക്കേണ്ടത്. ചിന്തിക്കുക. ഇവിടുത്തെ മോഡൽ ഗൾഫിൽ ഉണ്ടാക്കാൻ പറ്റില്ല, അവിടുത്തെ മോഡൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കണേ. എല്ലാം ഇന്നിപ്പോൾ നാട് മുഴുവൻ കുഴിമാന്തിയും എന്തൊക്കെയാണെന്നറിയില്ല, മുഴുവൻ നിറഞ്ഞു. അത് മോശമാണെന്ന് ഞാൻ പറയില്ല, അത് അവിടെ നല്ലതാ, ഇവിടെ അത് രോഗകാരണമാവും. പിന്നെ ഇത് രോഗം സഹിച്ചാലും ഒരു 7 ജനറേഷൻ കഴിച്ചാൽ കുഴപ്പമില്ല, പിന്നെ ആരോഗ്യപ്രദമായിരിക്കും. ഒരു 7 ജനറേഷൻ പിടിക്കും. എന്താ അതെ, തമാശയല്ല. ഇപ്പം നമുക്ക് വിരുദ്ധാഹാരങ്ങൾ നമ്മൾ ശീലിച്ചാൽ, തലമുറകളായി ശീലിച്ചാൽ പ്രശ്നമില്ല എന്നാണ് പറയുക. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉദാഹരണം പറയാം. പുട്ടും കടലയും വിരുദ്ധാണോ? വിരുദ്ധമല്ലേ? വിരുദ്ധാഹാരമാണ് ആയുർവേദം അനുസരിച്ച്. ആയുർവേദം അനുസരിച്ച് പുട്ട്, കടല വിരുദ്ധാഹാരമാണ്. പക്ഷെ നമുക്ക് വിരുദ്ധാണോ? അല്ല. എന്തുകൊണ്ടല്ല? നമ്മുടെ അമ്മ, അച്ഛൻ, അമ്മമ്മ, അച്ഛമ്മ, അങ്ങനെ അങ്ങോട്ട് 7 തലമുറ ശീലിച്ചു. അതുകൊണ്ട് നമുക്ക് വിരുദ്ധമല്ല. വേറെ വിരുദ്ധം പറയാം. മത്സ്യവും മോരും വിരുദ്ധ. എന്നാ മലയാളിയോ നല്ല മോരൊഴിച്ച് മത്സ്യക്കറി ഉണ്ടാക്കും, ഒരു പ്രശ്നമില്ല. എനിക്കൊരു കുഴപ്പമില്ലല്ലോ സ്വാമി. തലമുറകളായി കഴിച്ചിട്ട് അത് വിരുദ്ധാഹാരം അല്ലാണ്ടായി. അതാണ് ശാസ്ത്രം അനുസരിച്ച് വിരുദ്ധാഹാര. ശരി, ഇരിക്കട്ടെ. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം വിരുദ്ധങ്ങളൊന്നും വയ്യ, അനുകൂലമായിട്ടേ പറ്റൂ. അതുകൊണ്ടാണ് വാസ്തുശാസ്ത്രം ഈ പറഞ്ഞ അഗ്നിയുടെ സഞ്ചാരം, അഗ്നിയുടെ സഞ്ചാരം പ്രധാനമായിട്ട് സൂര്യനാണ്. 2 ജലത്തിൻ്റെ സഞ്ചാരം, 3 വായുവിൻ്റെ സഞ്ചാരം. ഇത് 3ൻ്റെയും ഗതി വിഗതികൾ അനുസരിച്ചിട്ടാണ് ദേവാലയവും മനുഷ്യാലയവും ഉണ്ടാക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇന്നാകെ പോലെ 1.5 സെൻറ്റ് സ്ഥലമുണ്ട്, അവിടെ ഇപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ബിൽഡർ ഫ്ലാറ്റ് ഉണ്ടാക്കുക, അതിൻ്റെ മുകളിൽ 18ാമത്തെ നിലയിലാണ് എനിക്ക് കിട്ടിയത്, എനിക്കിപ്പോൾ ഇതുപോലെ നോക്കാൻ പറ്റുമോ?
അത് പറ്റില്ല. അത് എന്താ ചെയ്യുക, കഴിയണവർ ഉദ്ദേശം. അപ്പോൾ ആയുർവേദം, ധനുർവേദം, സ്ഥപത്യവേദം, ഗാന്ധർവവേദം, സംഗീതം, നൃത്തം, നാടകം, എല്ലാ സുകുമാര കലകളും ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ മനുഷ്യനാവുള്ളൂ. ഒരു ഡാൻസും ഇല്ല, പാട്ടും ഇല്ല, നാടകവും ഇല്ല, ഒരു അഭിനയവും ഇല്ല, ഒന്നിലും താല്പര്യമില്ല, പിന്നെ എന്ത് മനുഷ്യനാണെങ്കിൽ ഇതിലൊക്കെ താല്പര്യം വേണ്ടേ? വേണ്ട, വേണം. സുകുമാര കലകളാണ് മനുഷ്യനെ ഉദാത്തനാക്കുന്നത്, നിർബന്ധമാണ്. അതിനുള്ള ശാസ്ത്രം, എങ്ങനെയാണ് സംഗീതം, വാദ്യോപകരണങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം, സ്വരസ്ഥാനങ്ങൾ ഏതൊക്കെ, എല്ലാ വിഷയങ്ങളും, നൃത്തം, ഇത് രണ്ടും സമ്മേളിപ്പിച്ചാൽ നാടകമായി ഇല്ലേ? നാട്യശാസ്ത്രം തുടങ്ങിയവ, സംഗീതശാസ്ത്രം തുടങ്ങിയവ ചിന്തിക്കുക. വലിയ മേഖലയാണ്, സമുദ്രം പോലെ, സമുദ്രം തന്നെ. മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഹ്രസ്വബുദ്ധികളായിട്ട് തീരില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ ഹ്രസ്വബുദ്ധികളായി പോകുന്നുണ്ട്. എന്നാളൊരു ആള് എന്നോട് സ്വാമിയുടെ എന്തോ ഒരു ചങ്ങായി ഉണ്ടല്ലോ, റാപ്പിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് അയാൾക്ക് അഭിപ്രായമുണ്ട്. എന്താണ് സ്വാമിയുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല അഭിപ്രായമാണ്. ഞാൻ റാപ്പിനെ എതിർക്കുന്ന ആളല്ല, എനിക്ക് എതിർക്കാൻ പറ്റില്ല. ഹ്രസ്വദൃഷ്ടിയിൽ ഇത് മാത്രം പാട്ടെന്ന് വിചാരിക്കരുത്. റാപ്പും പാറും രണ്ടും ഉണ്ട്. റാപ്പ് എങ്ങനെയാ മോശമാവുക? ഒരാൾ സംഗീതം എഴുതി, പാട്ട് എഴുതി, കവിത എഴുതി, മ്യൂസിക് ഡയറക്ടർ അതിന് ഈണം കൊടുത്തു, ഒരു വിദ്വാൻ പാടി. ഇപ്പോൾ പോയട്രി, പിന്നെ ലാസ്റ്റാണ് റിഥം വരുന്നത്. പോയട്രി ആൻഡ് റിഥമാണ്. അത് നേരെ തിരിച്ചിട്ടു. ആദ്യം റിഥം കൊടുത്തു, പിന്നെ അതിനനുസരിച്ച് പോയട്രി എഴുതി. റിഥം ആൻഡ് പോയട്രി, അതാണ് റാപ്പ്. എന്താ കുഴപ്പം? മറ്റേമാതിരി മാത്രമേ പാടുള്ളൂ. അപ്പോൾ റാപ്പിനെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ കുറ്റം പറയില്ല, ഒരിക്കലും പറ്റില്ല. മലയാളത്തിൽ പഴയ സിനിമാ ഗാനങ്ങളുണ്ട് റാപ്പ്. കദളി ചെങ്കദളി തുടങ്ങുന്നൊരു പാട്ട് റാപ്പാണ്. വെറുതെ കുറ്റം പറയുക. അവനൊക്കെ ചേർത്ത് പിടിക്കണ്ടേ? കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ നമ്മളെ കൂടെ നിൽക്കും. അപ്പം അകറ്റുക, 4 കുറ്റവും പറഞ്ഞിട്ട്. എന്തിനത്? അംഗീകരിക്കാൻ പഠിക്കണ്ടേ? ഞാൻ റാപ്പ് ആസ്വദിച്ച് പോയൊരു സന്ദർഭമുണ്ട്, അമേരിക്കയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, റാപ്പിൻ്റെ വലിയൊരു പാട്ടുകാരനാണ്, എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ ആളൊരു വരി പറഞ്ഞു കൊടുത്തു, സ്വാമി ചിദാനന്ദപുരി കെയിം ഹിയർ ആൻഡ് ഡെലിവേർഡ് 3 lectures. ഇത്രയേ ഉള്ളൂ. നിമിഷ നേരം കൊണ്ട് അവൻ റാപ്പ് മ്യൂസിക് ഉണ്ടാക്കി 3/4 മണിക്കൂർ പാടി. ഓ, സ്വാമി ചിദാനന്ദപുരി കെയിം ഹിയർ ആൻഡ് ഡെലിവേർഡ് 3 lectures. എന്ത് സുന്ദരമാണ് ഭഗവാൻ! ഓ, അതിനനുസരിച്ച് അവൻ്റെ കളിയും കൂടി ഉണ്ടായി. എനിക്ക് കളിക്കാൻ വയ്യാട്ടോ, ഞാൻ കളിച്ചാൽ ചത്തു. വേറൊരു വ്യായാമം വേണ്ട. അതൊക്കെ പാടി നമ്മളെ കുട്ടികളങ്ങനെ നൃത്തം ചെയ്താൽ അവർ വേറെ ചതിക്കുഴികളിൽ പെടുവോ? അവരുടെ ആ ഒരു എനർജി ഉപയോഗിക്കപ്പെടണ്ടേ? അപ്പോൾ അവർ ലവ് ജിഹാദിലോ അല്ലെങ്കിൽ എന്താ മയക്കുമരുന്നിലോ പെടുവോ? പെടില്ല. അവിടെ എല്ലാത്തിനെയും എതിർക്കുന്നതിന് മുമ്പ് ഒന്ന് അല്പം പഠിക്കാൻ ശ്രമിക്കണം. ചിന്തിക്കുക. സംഗീതം അത്ഭുതമാണ്. ഒരു ഒരിക്കലും മറക്കാത്തൊരു രംഗം നമ്മളെ പഴയ ശങ്കരാഭരണ സിനിമയിലുണ്ട്. അതിലത്തെ ഭാഗവതർ കുട്ടികളുടെ ജാസാണോ അല്ല പോപ്പാണോ എന്ന് ഓർമ്മയില്ല, പോപ്പോ ജാസോ ആണ്. എന്തായാലും ആ സംഗീതം പാടുന്നത് അവിടെയാണ് മഹിമ. അല്ലാണ്ട് ഇതേ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഡീലിരിക്കണേലല്ല മഹിമ. ലോകം മുഴുവനുള്ള സംഗീതത്തെ ഒരുപോലെ ആദരിക്കാൻ കഴിയുന്ന മുഴുവൻ മൂലം ഭാരതീയ സംഗീത ശാസ്ത്രത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഭാഗവതർ അത് പാടി കേൾപ്പിച്ചു കൊടുത്തത്. നേരം വെച്ചാൽ അവനിത് പാടാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ ഹ്രസ്വദൃഷ്ടിയായി പോകരുത്. ശരി, ഇരിക്കട്ടെ. അപ്പോൾ നൃത്തശാസ്ത്രം, സംഗീതശാസ്ത്രം, നാടകം, അത് ഇതൊക്കെ വന്നു ഈ ഗാന്ധർവത്തിൽ.
നാരദൻ, പിങ്കളൻ, പിൽക്കാലത്ത് ഭരതമുനി. പിൽക്കാലത്ത് ആദ്യത്തെ ആചാര്യന്മാരെ അറിയില്ല. വിഷ്ണു കുറേയുണ്ട്, രുദ്രൻ, കുറേ ആചാര്യന്മാരുണ്ട്. പിൽക്കാലത്താണ് ഭരതമുനി. ഭരതമുനി ഇവരെയൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. തുടക്കത്തിൽ നാട്യശാസ്ത്രത്തിൻ്റെ ആരംഭത്തിൽ ഓർമ്മിക്കുന്നുണ്ട്. ഇരിക്കട്ടെ. പിന്നെ അർത്ഥവേദം. ഇതൊക്കെ വേണമെങ്കിൽ ചില്ലാനം വേണമല്ലോ. ചില്ലാനല്ലാണ്ട് ഇതൊന്നും നടക്കില്ല. എന്ത് പരിപാടിക്ക് ആദ്യം വേണ്ടത് ചില്ലാനാണ്. ചില്ലാനുണ്ടാക്കാൻ കഴിവ് വേണ്ടേ? വേണ്ട. തൻ്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ എൻ്റെ പോക്കറ്റിൽ വരണമെങ്കിൽ എനിക്ക് കഴിവ് വേണ്ടേ? അപ്പം ഞാൻ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കും, സർവീസുകൾ ഉണ്ടാക്കും. അപ്പം എങ്ങനെയാണ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ്? സത്യസന്ധമായിരിക്കണം. കള്ളത്തരം പറഞ്ഞിട്ട് ആരെയും വഞ്ചിച്ച് പൈസ ഉണ്ടാക്കരുത്. നീതിക്കനുസരിച്ച്, ധർമ്മത്തിനനുസരിച്ച് എങ്ങനെ ധനം സമ്പാദിക്കണം, എങ്ങനെയായിരിക്കണം വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ. അങ്ങനെ വ്യാപാരവും വ്യവസായവും നടക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ആ രാഷ്ട്രത്തിൽ നിയമവ്യവസ്ഥ ഉണ്ടായിരിക്കണം. നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രത്തിൽ ആൾ ബിസിനസ് ചെയ്ത് സമ്പന്നരാവുള്ളൂ, അല്ലാണ്ട് സമ്പന്നരാവില്ല. ഇപ്പോൾ കേരളത്തിൽ ആരാ ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ പുതിയത്? കാണിച്ചു തരൂ. ഉണ്ടായിരുന്നത് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഒക്കെ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും തെലുങ്കാനയിലേക്കും പോയി കഴിഞ്ഞു. കാരണം ഇവിടെ തുടങ്ങിയാന്ന് പിറ്റേന്ന് സമരമാണ്, മുദ്രാവാക്യമാണ്. ഈ പാലക്കാട് തന്നെ ഞാൻ ഒരു 30 കൊല്ലം മുമ്പ് ഇവിടെ വരുന്ന സമയത്തുള്ള കൃഷിഭൂമിയുടെ പകുതി ഇപ്പോൾ ഇല്ല. ഒക്കെ കൊടി വെച്ച് കൃഷി നിർത്തിച്ച്, കച്ചവടം നിർത്തിച്ച്, ട്രാക്ടർ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഡീസൽ ടാങ്കിൽ ഉപ്പും മണലും ഇട്ട്, ഓർമ്മയില്ല? കമ്പ്യൂട്ടർ ഇറങ്ങിയപ്പോൾ അടിച്ച് പൊട്ടിച്ച്. വിപ്ലവം വിജയിക്കട്ടെ. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വ്യവസായം ഉണ്ടാവുമോ? ഇല്ല. ഒന്നും വേണ്ട. നിങ്ങൾ ഇവിടുന്ന് പാലക്കാടല്ലേ, വേറെ ഏത് നാട്ടിൽ പോയാലും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ അങ്ങോട്ട് പോവുക തമിഴ്നാട്ടിലേക്ക്. കേരള ബോർഡർ അങ്ങ് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 50 or 60 എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെങ്കിലും ഉണ്ടാവും, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അടക്കം. ഇല്ല, ഉണ്ട്. നിങ്ങൾ പുതുശ്ശേരി ഭാഗത്ത് ആ പാലത്തിനടുത്ത് രാവിലെ ഒന്ന് പോയി നിന്ന് നോക്കൂ. ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 500-600 ബസ്സെങ്കിലും പോകും വിദ്യാർത്ഥികളെയും കൊണ്ട്. അവരൊക്കെ അവിടെ പഠിക്കണവരാ, പ്ലസ് ഹോസ്റ്റലിൽ താമസിക്കുന്നവർ വേറെ. ഈ ഇൻകം മുഴുവൻ എവിടെയാണ് കിട്ടേണ്ടത്? ഇവിടെയാണ്. എന്തുകൊണ്ട് അവിടെ പോയി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി? ഇവിടെ തുടങ്ങാൻ പറ്റില്ല, വേറൊരു കാരണമില്ല. ലാൻഡ് ഇല്ലാത്തതുകൊണ്ടാണെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ലാൻഡ് ഇല്ലാത്തതുകൊണ്ടല്ല, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ട അന്തരീക്ഷം കേരളത്തിൽ ഇല്ല. സമരകലുഷിതമായ ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ച് അതിനെ വളരാൻ അനുവദിക്കുന്ന സാമൂഹിക അന്തരീക്ഷം ഇല്ല. അപ്പോൾ ബിസിനസ് വളരണമെങ്കിൽ എന്ത് വേണം? ഭരണം നന്നാവണം. പിന്നെയും നമ്മളെ യവന്മാരെ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഉള്ളതും കൂടി പോകും. ആശുപത്രിയും കൂടി ഇപ്പം അപ്പുറത്തേക്കാവും. തെങ്ങ് പോയല്ലോ, തെങ്ങ് പോയി. അതന്നെയല്ലേ പറഞ്ഞ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പോരാ, തെങ്ങ് ഇവിടുന്ന് പോയി. ഇത് കേരളം എന്ന് പറയുള്ളൂ. എന്താ കേരളം? ഇപ്പം കേരളം മാറ്റി കേരളമാക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് സന്തോഷമാണത്, നല്ലതാണ്. പക്ഷെ പേര് കേരളമാക്കിയോണ്ട് കേരളാവുമോ? കേരളം അലച്ച് പ്രത്യയം വരുന്നത് യാതൊന്ന് ധാരാളമായി ഉണ്ടോ ആ സ്ഥലത്തിനാണ്. അപ്പം കേരം ധാരാളമായി എവിടെയുണ്ടോ അതാണ് കേര പ്ലസ് അല, കേരളം. ലകാരത്തിനുള്ള അത്വം വരും. അതാണ് കേരളം എന്നുള്ള ശബ്ദം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഗുജറാത്തിൽ, പടിഞ്ഞാറൻ ഗുജറാത്ത്, ദ്വാരക, സോംനാഥ് ആ ഭാഗത്ത് നോക്കൂ. തമിഴ്നാട്ടിൽ നോക്കൂ, അപ്പുറത്ത് ഒറീസ പോയി നോക്കൂ. ഇവിടെ കേരളത്തിൽ വന്ന് നോക്കൂ, മുകളിലേക്ക് ഒന്നുമില്ലാത്ത കുറച്ച് സാധനം ഉണ്ടാവും. അങ്ങനെ കേരളം. ഈ പാലക്കാട് എത്രമാത്രം വ്യവസായശാലകൾ ഉണ്ടായിരുന്നു, ആലപ്പുഴയിൽ എത്ര ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നോക്കൂ എന്താണ്. ഇത് വെറുതെ പറയണോ? നോക്കൂ. അപ്പം അതുകൊണ്ട് ഭരണം നന്നാവണം. ഭരണം നന്നാവാൻ എന്ത് വേണം? അതാണ് അർത്ഥശാസ്ത്രത്തിലുള്ളത്. അപ്പോൾ ഇന്നത്തെ കണക്കിന് പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, കോമേഴ്സ് എന്നീ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്
അർത്ഥശാസ്ത്രം. അനേക ആചാര്യന്മാരുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ചാണക്യനാണ്, കൗടില്യനാണ് അവയെ സമാഹരിച്ചത്. അപ്പോൾ ഇത്രയുമായാൽ 6 ശാസ്ത്രങ്ങളും 5 ഉപവേദങ്ങളുമായി. ഇതിൽ പറഞ്ഞ ആശയങ്ങളെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വിസ്തരിച്ചതാണ് ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും. ഇതിലടങ്ങിയ ചിന്തകളെ യുക്തിപൂർവം വിചാരത്തിന് വിധേയമാക്കിയതാണ് ദർശനങ്ങളിൽ. ഇതിഹാസങ്ങൾ 2, പുരാണങ്ങൾ 18, ദർശനങ്ങൾ 6. ഇത്രയും ചേർന്നാൽ വിദ്യയായി. ഏതായി? അപരാവിദ്യ. ഇതാണ് 18 വിദ്യകൾ. ഏതാ 18? അംഗാനി വേദാശ്ചത്വാരോ മീമാംസാന്യായ വിസ്തരഃ ഇതിഹാസ പുരാണം ച വിദ്യാ ഹ്യേതാശ്ചതുർദശ ആയുർവേദോ ധനുർവേദ ഗാന്ധർവോ വേദ ഏവ ച അർത്ഥശാസ്ത്രശ്ചതുർത്ഥം ച വിദ്യാ ഹ്യഷ്ടാദശോ വിദു. ഇതാണ് 18 വിദ്യകൾ. ഞാൻ 18 വിദ്യ നോക്കി എന്ന് പറയും. ഒരു ഒറ്റ വിദ്യ അവൻ അറിയണ്ടാവില്ല. പിന്നെയല്ലേ 18 വിദ്യ നോക്കി എന്ന് പറയാം. അപ്പം ഏതാ 18 വിദ്യകള്? അംഗാനി, അംഗങ്ങൾ. ഏതാ? ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം 6. വേദാശ്ചത്വാരഹ, വേദങ്ങൾ 4. ഋഗ്വേദം, യജുർവേദം, സാമവേദ, അഥർവവേദം. എത്രയായി? 10. അംഗാനി വേദാശ്ചത്വാരോ മീമാംസ ന്യായവിസ്തര. മീമാംസയും ന്യായവിസ്തരവും. മീമാംസ പൂർവമീമാംസ, ഉത്തരമീമാംസ. ന്യായവിസ്തരം, ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം. അപ്പം എത്രയായി? 10 × 2 = 12. 10 × 2 = 12. ഇതിഹാസ പുരാണം ച. ഇതിഹാസം രാമായണം, മഹാഭാരതം രണ്ടും കൂടി ചേർന്ന് 1. പുരാണം 18 ചേർന്ന് 1. 18 ഇപ്പോൾ ഏതൊക്കെയാണെന്ന് എണ്ണുമ്പം പലതും വിട്ടുപോകും കേട്ടോ. ഒന്ന് എണ്ണി നോക്കൂ. ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, വിഷ്ണു പുരാണം, ഭാഗവത പുരാണം, 5 ഭാഗവത പുരാണം, വായുപുരാണം, സ്കന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം, മത്സ്യപുരാണം, പത്മപുരാണം, ഗരുഡപുരാണം, ലിംഗപുരാണം, ശിവപുരാണം, ഭവിഷ്യപുരാണം, പിന്നെ കൂർമ്മം പറഞ്ഞോ? കൂർമ്മപുരാണം. 10 ആയിട്ടേ ഉള്ളൂ. അല്ല 15 ഇത്രേ എണ്ണീല. ആരും എണ്ണീല. എന്താ ചെയ്യുക? നാരദപുരാണം, നാരദപുരാണം. പിന്നെ വായു പറഞ്ഞു, ബ്രഹ്മവൈവർത്തം പറഞ്ഞു, സ്കന്ദം പറഞ്ഞു. മാർക്കണ്ഡേയം പറഞ്ഞില്ലേ? ഇല്ല. മാർക്കണ്ഡേയ പുരാണം. ഒരാളെയും കൂടി കിട്ടിയാൽ മതി. ഭവിഷ്യം പറഞ്ഞു. വരാഹപുരാണം. 18 ഇത്രയും പുരാണങ്ങൾ. ഇതിനെല്ലാം കൂടി ഒരു സ്ഥാനം. അപ്പം എത്രയായി വിദ്യകൾ? 14. അടുത്തത് വിദ്യാഹ്യേതാശ്ചതുർദശ. ഇങ്ങനെ 14 വിദ്യകൾ. ആയുർവേദോ ധനുർവേദ ഗാന്ധർവോ വേദ ഏവ ച അർത്ഥശാസ്ത്ര ചതുർത്ഥം ച വിദ്യാ ഹി അഷ്ടാദശ വിദു. ഇതാണ് 18 വിദ്യകൾ. നമ്മളൊക്കെ പറയാറുണ്ട് 18 വിദ്യ ഞാൻ നോക്കിയെന്ന്. ഇതൊന്നുപോലും നോക്കിയിട്ടുണ്ടാവില്ല. 18 വിദ്യ അറിയുന്ന ഒരാളെ നമുക്ക് പറയാം. നാരദ മഹർഷി. നാരദൻ 18 അറിയുന്ന ആളാണ്. വേറെ ആരെയും അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല, നമുക്കറിയില്ല എന്നാണ് പറഞ്ഞത്. ഇത് 18 അറിയണ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. നാരദൻ 18 അറിയുന്ന ആളാണ്. പക്ഷേ നാരദൻ 18 അറിഞ്ഞിട്ടും ദുഃഖിതനായി. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ അപര എന്ന് പറഞ്ഞത്. ഇതൊന്നും പഠിച്ചുകൊണ്ട് ദുഃഖമില്ല ഉണ്ടാവില്ല. ചില്ലാനുണ്ടാക്കുക, പേരുണ്ടാക്കുക, പ്രശസ്തി ഉണ്ടാക്കുക,
പിന്നെ ഈ മഹത്തായ സംസ്കാരത്തെ നിലനിർത്തുകയും അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുകയും ചെയ്യാം. അങ്ങനെ ഭാരതത്തെ ഭാരതമാക്കി നിലനിർത്താം. പക്ഷേ അവനവന് ദുഃഖനിവൃത്തി ഉണ്ടാവില്ല. അതിനിപ്പോൾ എന്താ വിദ്യ? അതിന് പരാവിദ്യ. അഥ പരാ യയാ തദക്ഷരമധിഗമ്യതേ, യാതൊന്നിനെ കൊണ്ട് ആ അക്ഷരത്തെ പ്രാപിക്കുമോ അതാണ് പരാവിദ്യ. അത് നമുക്ക് നാളെ തുടർന്ന് ചിന്തിക്കാം. ഓം ഭദ്രം കർണേഭിः ശൃണുയാമ ദേവാः ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസस्तनोभिर्व्यसेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नः स्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु. ओम शांति शांति शांति. ओम गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. ओम